ശാരീരികമായ രോഗം വന്നാൽ പിന്നുള്ള സുഖം പോയി. ഇപ്പം മുതല് ഭാര്യ, മക്കള്, കുടുംബം അല്ലേ? ഒരു ശാരീരികമായ ഒരു അസ്വസ്ഥത കൊണ്ട് വന്ന് രോഗിയായി കിടപ്പിലാണ്ടായാൽ പിന്നെന്താ മുതല്, പിന്നെന്താ കുടുംബം, പിന്നെന്താ സൗകര്യം, പിന്നെ അവൻ്റെ ചിന്ത കാണുന്നവരോടൊക്കെ ദ്വാരക്കിട്ടാ ഇത്രേ ഉണ്ടാവുള്ളൂ. അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു എന്നതിൻ്റെ അർത്ഥം. ഇപ്പൊ അവന്റെ ചിന്ത, പടച്ചോനെ കഴിയാറായി, കാലം കഴിയാറായി, എനിക്കിനി കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് റബ്ബേ. ആ ഒരവസ്ഥ വരുമ്പോഴും മനസ്സ് തളരാത്തവനായി ഉമ്മ പെണ്ണുങ്ങളെ നമ്മളെ മാറണം, രക്ഷിതാക്കളെ നമ്മളെ മാറണം, സ്നേഹിതന്മാരെ നമ്മളെ മാറണം. അതിനുള്ള മാർഗം പ്രതിസന്ധിയിലും തളരാതെ റബ്ബിനെ ഓർത്ത് ജീവിക്കുന്ന ഒരു മനസ്സാണ്. അതിൽ നിന്ന് നമ്മളെ മെല്ലെ 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 വ്യതിചലിപ്പിച്ചിട്ട് തെറ്റിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും കൊണ്ടുപോകാൻ പിശാച് റോന്ത് ചുറ്റുന്ന കാലമാണ്. സൂക്ഷിക്കണം അല്ലേ? എല്ലാ രംഗം നോക്കിയാലും ഈമാനിൽ നിന്ന് എങ്ങനെയാണ് നമ്മളൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. അതുകൊണ്ടാണല്ലോ നമ്മളെ മക്കൾ ആധുനിക ലോകത്ത് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ. പഴയ കാലത്തെ മക്കൾ കേടുവരാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? സിനിമക്ക് പോവുക, മക്കള് കേടന്നു അല്ലേ? മക്കള് കേടെന്താറോ? ആ സിനിമക്ക് പോയിക്കണല്ലോ. സുബ്ഹാനല്ലാഹ്. ഇന്ന് സിനിമ എല്ലാവരുടെ കയ്യിലും സിനിമ ടാക്കീസ. അവിടെ പിന്നെ ആണ്ട് പോകേണ്ട ആവശ്യമില്ല. പഴയ കാലത്ത് ഓന് റോട്ടുമേ വീട് കൊലയുമ്പോൾ ഇരിക്കണുണ്ടല്ലോ, അല്ലെ കണ്ട ചെക്കന്മാരെ കൂടെ കള്ളുടിച്ചിക്കണല്ലോ, അതൊക്കെ വലിയ പ്രശ്ന. എന്നാൽ ഇന്ന് നമ്മളെ മക്കൾ ആ വലിയ പ്രതിസന്ധിയൊക്കെ നിറഞ്ഞു നിൽക്കലോടൊപ്പം തന്നെ ഇന്ന് ഭീകരമായ അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരമായ അപകടം. എന്താ ഭീകരമായ അപകടം എന്ന് പറയോ? നല്ല നല്ല ബാപ്പാൻ്റെ ഇമ്മാൻ്റെ മക്കള് അല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൗബ ചെയ്താൽ രക്ഷപ്പെടൂല. ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആയാലേ ഞാൻ മുസ്ലിം ആവുള്ളൂ. നല്ല നല്ല ബാപ്പാന്റെ മക്കള് അല്ലല്ല എന്ന് പറയുന്ന കാലാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതേ പ്രകാരം അള്ളാന്റെ റസൂല് തമ്മാടിയാൽ നഊദുബില്ല എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിമാന്റെ മക്കൾ വളർന്നു വരികയാണ്. പെൺകുട്ടിയാള് ഏത് മതക്കാരന്റെ കൂടെയും പോകാം എന്ന് പെൺകുട്ടിയാള്, മുസ്ലിം പെൺകുട്ടിയാള് പറയുന്ന കാലം. പേടിക്കണം ഉമ്മമാരെ, രക്ഷിതാക്കളെ പേടിക്കേണ്ട കാലമാണ്. അതിനു വേണ്ടി കുറെ ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ, മുസ്ലിം പേരുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതോ രസം. ഇപ്പൊ നാളൊരാൾ പറഞ്ഞു കൊടുത്തില്ലേ, മുസ്ലിം പേരുള്ള ഒരാള് ഖുർആനിലുണ്ട് ഏത് മതത്തിലുള്ളവരും കല്യാണം കഴിച്ചാന്ന്, ഏത് മതത്തിൽപ്പെട്ട ആളെയും കല്യാണം കഴിച്ചാന്ന് ഖുർആനിലുണ്ട്. ഏത് ഖുർആനില? അള്ളാഹു ആയാലും അങ്ങനെ ഉള്ളത്. അള്ളാഹു ഇറക്കിയ ഖുർആനിൽ അങ്ങനെയില്ല. പടച്ച റബ്ബിന്റെ ഗ്രന്ഥമായ കലാമായ ഖുർആൻ, നമ്മളെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് മുസ്ലിമിനെ കല്യാണം കഴിക്കാവൂ എന്ന, അല്ലാതെ ഏത് മതക്കാരന്റെ കൂടെയും പോകാമെന്നൊന്നും അള്ളാഹിന്റെ കലാമാകുന്ന ഖുർആനിലില്ല. പക്ഷെ അതും ഖുർആനിലുണ്ട് എന്ന് പറയാൻ മുസ്ലിം പേര് വെച്ചവർ രംഗത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ ഉപ്പമാരെ, ഉമ്മമാരെ, അവനാന്റെ മക്കളെ അവനാൻ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവനാന്റെ കുട്ടികളെ അവനാൻ കാക്കുക, അതേ മാർഗമുള്ളൂ. അല്ലാതെ നമ്മളിനി എല്ലാവരും കൂടി പിടിച്ചൊക്കെ നോക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിനെ തകർക്കുന്നത് ഇസ്ലാമിന്റെ പേരുള്ളവരാണ്. ഞാൻ സാധാരണ തമാശക്ക് പറയാറുണ്ട്, പണ്ട് ചെറിയ മരങ്ങള് വലിയ മരത്തിനോട് പോയി പരാതി പറഞ്ഞു. എന്താ പരാതി അറിയോ? ഈ മരം വെട്ടാൻ വേണ്ടി ആൾക്കാർ വരിക. മരം വെട്ടാൻ വേണ്ടി ആൾക്കാർ വരുമ്പോ ചെറിയ മരം വലിയ മരത്തോട് പറഞ്ഞാലോ, കാക്കാരെ നമ്മളെ വെട്ടാൻ വരുന്നുണ്ട് പറഞ്ഞാലോ. അപ്പൊ ഈ വലിയ മരങ്ങൾ പറഞ്ഞ ആരാ മക്കളെ വരുന്നു വെച്ച്, മനുഷ്യന്മാരാണ് ഓർക്ക് നമ്മളെ തൊടാൻ പറ്റൂല. മനുഷ്യന്മാർ മരത്തിന്റെ ശത്രുവാ, അതുകൊണ്ട് ഓർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല, നിങ്ങൾ പേടിക്കണ്ടാറ്. അല്ല, ഓര് മാത്രല്ല, ഓല കയ്യിൽ വലിയ ഇരുമ്പുണ്ട്. അപ്പൊ മരം പറഞ്ഞ തീരെ പേടിച്ചിട്ടുണ്ടാറ്. കാരണം മരം നമ്മളെ വധ്യ ശത്രുവാ, ഏറ്റവും വലിയ ശത്രുവാ. അല്ല, ഇരുമ്പ് നമ്മളെ ഏറ്റവും വലിയ ശത്രുവാ. ശത്രുവിനൊരിക്കലും നമ്മളെ തകർക്കാൻ കഴിയില്ല. അപ്പോ കുട്ടി മരങ്ങൾ വിചാരിച്ചാന്ന് തകർക്കാൻ കഴിയില്ല. കാരണം വലിയോല് പറഞ്ഞല്ലേ, അവസാനം ഇബല് വന്നുകാണ്ട് ഇരുമ്പോണ്ട് കുറെ അടിച്ചു നോക്കിയ മരത്തിന് ഇബലെ കയ്യ് വേദന ആകുക. വലിയ മരത്തിന് ഇരുമ്പോണ്ട് അടിച്ച കയ്യനാവൂലേ, കയ്യ് വേദന ആകുക. കത്തിയോണ്ട് കുത്തുക, അപ്പൊ കയ്യ് മുറിയാകുക. കത്തിന്റെ പീരി ഇരുമ്പല്ലേ, അതുകൊണ്ട് എടുത്തിട്ട് ഇതിങ്ങനെ കുത്തുമ്പോ കയ്യ് മുറിയാവുക. അവസാനം ഇവര് തീരുമാനിച്ച് നമ്മൾ പോയി. കുട്ടിയൊക്കെ മനസ്സിലായി, കാക്കാര് പറഞ്ഞത് ശരിയാണ്, മനുഷ്യന്മാർക്ക് നമ്മളൊന്നും ചെയ്യാൻ കഴിയൂല, ഇരുമ്പിന് നമ്മളെ തകർക്കാനും കഴിയില്ല. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ വീണ്ടും വരികയാണ് മരം വെട്ടാൻ. അപ്പൊ മരത്തിന്റെ ഈ കുട്ടികൾ പറഞ്ഞ കാക്ക പിന്നെയും വരുന്നുണ്ട് പറഞ്ഞാലോ.
പിന്നെയും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു പേടിക്കണ്ട, നാൾ വന്നോലല്ലേ. അവരെന്നെയാണ്. കയ്യിലെന്താ ഇരുമ്പല്ലേ? അല്ല കാക്കാ അറിഞ്ഞല്ലോ. പിന്നെ എന്താ വെച്ചാലോ, ഇരുമ്പ് ഒരു തലക്കലാണ്, പുറത്ത് മരാണ് അറിഞ്ഞത്. ഒരു ഭാഗത്തെ ഇരുമ്പുള്ളൂ, മറ്റേ ഭാഗത്തെ മരാണ്. പിടിച്ചിക്കണത് മരാണ്, വെട്ടണത് ഇരുമ്പോണ്ടാണെങ്കിലും എന്ന് പറഞ്ഞു. വെട്ടണത് ഇരുമ്പാണെങ്കിലും പിടിച്ചിക്കണത് മരാണ് എന്ന് പറഞ്ഞപ്പോൾ വലിയ മരങ്ങൾ പറഞ്ഞു, മക്കളെ നമ്മൾ ആൾക്കാർ നമ്മളെ ശത്രുക്കളെ സഹായിക്കാൻ തുടങ്ങിയോ? ഞാൻ അവനാൻ്റെ തടി അവനാൻ കാത്തോളിയാറ്, നീ രക്ഷ. അവനാൻ്റെ തടിഞ്ഞ് അവനാൻ കാത്തോളാ. നമ്മൾ ആൾക്കാർ ശത്രുക്കളെ സഹായിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവനാൻ്റെ തടി അവനാൻ കാത്തോളുക. ഇസ്ലാമിൻ്റെ പേര് വെച്ചവർ ദീനിനെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന കാലത്താ രക്ഷിതാക്കളെ, ഉമ്മമാരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ പേടിയോടുകൂടെ കാണണം. എവിടുന്നാണ് ഏത് മതക്കാരൻ്റെ കൂടെയും പോകാമെന്നൊരു മുസ്ലിമിന് ആയത്തോതി കൊടുക്കാനുള്ള മനസ്സ് വന്നത്? എത്ര ഭീകരമായ ഒരു മനുഷ്യന് കഴിയൂ അങ്ങനെയൊക്കെ പറയാൻ? അയാൾ ഖുർആന്റെ അർത്ഥം എവിടെയോ മലയാളം വായിച്ചതാ. അപ്പൊ വേദം എന്ന് കണ്ടു, വേദം എന്ന് മലയാളത്തിൽ കണ്ടു. വേദം എന്ന് കണ്ടപ്പോ മൂപ്പര് ഇങ്ങനെ ചിന്തിച്ചു, അപ്പൊ വേദം, അപ്പോ സാമവേദം, എന്താ പിന്നെ ഋഗ്വേദം എന്നൊക്കെ ഹിന്ദുക്കളായ ആളുകൾക്ക് അങ്ങനത്തെ വേദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ വേദമുള്ളവരൊക്കെ കല്യാണം കഴിക്കാലോ. അത് ഏത് പണ്ട് വഹാബിയാൾ മുജാഹിദീങ്ങൾ പണ്ട് സുന്യാളെ കളിയാക്കലുണ്ടായിരുന്നു. എന്താ അവര് പറഞ്ഞറിയോ? അവര് പറഞ്ഞു സുന്യാക്കൊക്കെ വലുത് തീറ്റൻ, സുന്യാക്ക് വലുത് തീറ്റൻ, തിന്നണം എന്നല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. അതിന് ഒരു പറയലെന്നെ അങ്ങനെയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് പറഞ്ഞ് മൗലൂദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, അതേ പ്രകാരം മജ്‌ലിസുന്നൂർ കഴിക്കുക, ഒക്കെ കഴിച്ചണ പരിപാടിയാണ് ഒരുക്കുക. ഉള്ളിൽ ഇങ്ങനെ കഴിച്ചണ പരിപാടിയാണ്. അന്നാണ് മഹാന്മാരായ നമ്മളെ ഉസ്താദന്മാർ ചോദിച്ചത്, അല്ലെങ്കിൽ ഇത് കഴിച്ചാത് കേട്ടപ്പോൾ തിന്നുക നടത്താൻ വെച്ചോ? ചെറുപ്പത്തിൽ എൻ്റെ മാർക്കം കഴിച്ചിട്ട് ഇച്ചത് മുറിച്ചിട്ട് തിന്നിരുന്നു ചോദിച്ചു. അന്ന് മാർക്കം കഴിച്ചാന്നാണല്ലോ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് എൻ്റെ വാപ്പി എൻ്റെ പെരക്കാരെ കൊടുത്ത് മുറിച്ചിങ്ങനെ ഇരുന്ന് തിന്നിരുന്നു ചോദിച്ചപ്പോഴാണ് ഈ പൊട്ടന് മനസ്സിലായത് ഞാൻ പെരുംപൊട്ടനാണ് എന്ന് പറയണമാതിരി ഏതോ ഒരു പൊട്ടൻ തോന്നിയത് വിളിച്ചു പറയാൻ ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ അടിമകളായി നമ്മളെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത്. ഉപ്പമാര് സൂക്ഷിക്കണം, ഉമ്മമാര് സൂക്ഷിക്കണം. നമ്മൾ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് സൂക്ഷിക്കണം. എന്നും എപ്പോഴും നമ്മളെ ശ്രദ്ധ നമ്മളെ കുട്ടികളെ മനസ്സിലുണ്ടാകണം. കലാലയത്തിലേക്ക് പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന ആൺമക്കളും പെൺമക്കളും, സ്കൂള് കഴിഞ്ഞ തെരുവിലേക്ക് ഇറങ്ങുന്ന ആൺമക്കളും പെൺമക്കളും വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ആരോടൊക്കെയോയുള്ള വൈരാഗ്യം തീർക്കാൻ, ഏതൊക്കെയോ വ്യക്തികളോടുള്ള വിരോധം തീർക്കാൻ, ഏതെങ്കിലും സംഘടനകളോടുള്ള വൈരാഗ്യം തീർക്കാൻ അല്ലാഹുവിനെ നിഷേധിക്കുന്ന, പടച്ച റബ്ബിനെ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും പോകുന്ന കാലഘട്ടത്തിൽ ഉപ്പമാരെ മനസ്സമാധാനത്തോടെ മരിക്കാൻ, ഉമ്മമാരെ മനസ്സമാധാനത്തോടെ കിടക്കാൻ, ഖബറിൽ കിടക്കാൻ അനുവദിക്കാത്ത മക്കൾ വളരുന്നു വരുന്നത് ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം കേട്ടോ.